ഹായ് നമസ്കാരമുണ്ട്. ഞാൻ പെരുമ്പാവൂരാരൻ ഷഫീഖ്. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രസകരമായ ഒരു സംഭവമാണ്. അത് ഉണ്ടാക്കുന്ന ഒരു ചേട്ടനെ കാണിച്ചു തരാം. വാ രാജേട്ടോ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ലതാണ്. ഇതാണ് നമ്മുടെ രാജൻ ചേട്ടൻ. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഒരു അത്ഭുതം മനുഷ്യൻ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, സമ്മതിക്കാണ്ട് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കത്തി കൊണ്ടാണ് ഈ കാണുന്ന ഈ രസകരമായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വെച്ചേക്കണത്. അതൊരു വലിയൊരു കലാകാരൻ തന്നെയാണ്. ആദ്യം ഞാൻ തന്നെ ഒരു കൈയടിക്കാണ് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഞാൻ നിൽക്കണത് പെരുമ്പാവൂരിൽ നിന്ന് കോലഞ്ചേരി പോണ റൂട്ടിൽ കുമ്മനോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് അരുന്ധതി ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ചേട്ടൻ്റെ ഈ സ്ഥാപനം ഇരിക്കുന്നത്. വീട് തൊട്ട് പുറകിൽ തന്നെയാണ്. 24 hours ചേട്ടൻ ഇവിടെ ഉണ്ടാവും. നിറഞ്ഞ ചിരിയോടുകൂടി ഇവിടെ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ വരുമ്പോൾ ബിസി ആയിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. രാജേട്ടാ, അപ്പൊ രാജേട്ടൻ ആദ്യം എന്തായിരുന്നു മെയിൻ? ഇത് തന്നെയായിരുന്നു അതോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു? ആദ്യം എനിക്ക് ഫർണിച്ചറിന്റെ വർക്കായിരുന്നു. ഫർണിച്ചറിന്റെ ഡോറിന്റെ വർക്കൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു അസുഖം വന്നു. പിന്നെ ആ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന കാരണകൊണ്ടാണ് ഇപ്പൊ ഈ തേങ്ങ കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ഇത്ര നന്നായിട്ടൊന്നും അല്ല പലതും ഉണ്ടാക്കി വെച്ചാണ്. ഞാൻ ഒരെണ്ണം ചെയ്തു നോക്കാന്ന് ഓർത്ത് തന്നെ എടുത്ത് ചെയ്ത് ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി ഇതുപോലെ ഒരു കുരങ്ങിനെയാണ് ഉണ്ടാക്കിയത്. അത് നമ്മുടെ ഒരു സുഹൃത്ത് ബെന്നി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അടക്കപ്പിടിക്ക് ഒരു കച്ചവടമുള്ള പുള്ളി മേടിച്ച് ചേട്ടൻ പണിതും കാശ് നല്ല വർക്ക് ഉണ്ടാവും കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അത് പോയി കഴിയുമ്പോൾ വേറെ ഒന്നും ചെയ്തു. അങ്ങനെ അത് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പല ഐറ്റങ്ങളും ചെയ്തു നോക്കി. അപ്പോൾ ഞാൻ ചെയ്ത ഐറ്റം ഒന്നും ഇല്ലാത്തവണ്ണം പോയിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ വന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് കോഴിക്കോടുള്ള ഒരു ടീം വന്ന് സംഭവം കൊണ്ടുപോയി പറഞ്ഞു. മൊയില്, ആന, സിംഹം. ഇതിപ്പോൾ പറഞ്ഞില്ലേ സിംഹത്തിൻ്റെ ഒരു ഐറ്റം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും അല്ല, ടോപ്പ് സാധനമുണ്ട് സിംഹം. അതുപോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇതിനേൽ ഏറ്റവും വലുപ്പമുള്ളൊരു തേങ്ങയാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിംഹം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു ചക്കയിൽ അണ്ണാനിരിക്കുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി തേങ്ങയുടെ എത്ര വലിപ്പം ഉണ്ടാവും, വലിപ്പത്തിനനുസരിച്ചുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയ ഐറ്റം ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ പണി വരുന്നതും പണി ഉണ്ടാക്കുക വരുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ വരും. പക്ഷെ ഇത് വരുമ്പോഴാണ് കാഴ്ചയ്ക്ക് ആളുകൾക്ക് ഒരു എടുപ്പ് കിട്ടും. അല്ല, ഇതിന്റെ വലിയ ആന ഉണ്ടായിരുന്നു എങ്കിലും ഈ ഒരു കുഞ്ഞ് ആനേനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അതും ആയുധം കണ്ടില്ല നമ്മുടെ ചേട്ടൻ്റെ. ഈ കത്തി കൊണ്ടാണ് ഈ കുഞ്ഞ് ആനേനെ വരെ ഉണ്ടാക്കിയേക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സംഭവം ഉഷാറായിട്ടുണ്ട്. ഇതിന്റെ വലിയ ആന ഉണ്ടായിരുന്നു കേട്ടോ. അത് തീർന്നു പോയതാണ്, സെയിൽ ചെയ്ത് പോയതാണ്. കുഞ്ഞ് ആന സംഭവമുണ്ട്. പണിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയാണ് മോനെ. ഇത് കണ്ട, ഈ ബൾബിന്റെ ഉള്ളില് നമ്മുടെ അരിവാൾ ചുറ്റുക ഈ സാധനം ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കയറി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ചേട്ടൻ ഇതിന്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 3 പീസാണ്. ആ 3 പീസ് ഒട്ടിച്ച് വെച്ചേക്കണേ കാണുന്നത്, സെറ്റാക്കിയതാ കാണുന്നത്. ഇതേ ഞാൻ ഓരോന്നൊക്കെ പറക്കി കൊണ്ടുവന്നിട്ടാ, വേറെ ഒന്നുമല്ല. അതായത് നോക്കിയേ, ഗാന്ധിജി, അതുപോലെ അതെ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അതെ, ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ നല്ല രസങ്ങളുള്ള ചെറിയ ചെറിയ രീതിയിൽ വയ്ക്കാവുന്നതേ. ഇത് നോക്കി, വേണ്ട ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യണ്ട. സ്വാഭാവികമായിട്ട് ഇതിന്റെ വിലയൊക്കെ അറിയാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ റേറ്റുകളൊന്നും പറഞ്ഞു കൊടുക്കാമോ എൻ്റെ പ്രേക്ഷകർക്ക്? ഇതിന്റെയൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നല്ല പണി തന്നെ തേങ്ങ തന്നെയാണ്, ചകിരിയാണ്, അത് ഇഴപ്പിച്ചുണ്ടാക്കിയാണ്. ഈ സാധനം 500 രൂപ കിട്ടും. 500 രൂപ വരും. 500 രൂപ. അത് ഇത് ചകിരി മാത്രമാണ്. ചകിരി മാത്രമേ ഉള്ളൂ. ചകിരി കൊണ്ടുള്ളതാണ്. ഇത് 400 രൂപയാവും. 400 രൂപ. ഇത് തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു കിണ്ടി. അത് 300 400 അങ്ങനെ ആ റേറ്റിൽ വില വരും. ഇതാണ് ഭിത്തിയിലൊക്കെ വെക്കാം, നല്ല രസമായിട്ട് ഭിത്തിയിൽ തൂക്കിയിടാൻ പറ്റിയ തുളയൊക്കെ കൊണ്ടുണ്ട്. ഇതൊരു തേങ്ങ, ബാക്കിയൊക്കെ ചകിരി അടുപ്പിച്ചുണ്ടാക്കിയാണ്. ഇത് ഫുള്ളൊരു തേങ്ങ. ഇതൊരു ഫുള്ളൊരു തേങ്ങ. ഇവിടെ നിന്ന് തേങ്ങ, ഇത് ചകിരി നല്ല രസമായിട്ടുണ്ട്. അതൊക്കെ നല്ല പുതിയ വീടൊക്കെ വെക്കണവർക്കൊക്കെ അങ്ങനെ രസമായിട്ട് ഒത്തിരി ഉണ്ടാക്കി വിറ്റുപോയേക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇനിയുമുണ്ട്, വിറ്റുപോയതാണ്, ഇനിയും ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പറും അഡ്രസ്സൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം.